ദീർഘവീക്ഷണമില്ലാതെ പദ്ധതി ആവിഷ്കരിച്ചത് കാരണം കോടികളാണ് വെള്ളത്തിലായത്. ജനങ്ങളുടെ നികുതി പണമെടുത്ത് പദ്ധതി തയ്യാറാക്കുമ്പോൾ അത് ജനങ്ങൾക്കും കൂടി ഉപകാരപ്പെടണം. ഞാൻ ബൈജു അരിക്കാഞ്ചിറ, വെട്ടം വോയിസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇടതുപക്ഷ സർക്കാർ ചമ്രവട്ടം പാലം നിർമ്മാണ പ്രവൃത്തി ഏറെക്കുറെ പൂർത്തിയാക്കുന്നത്. 100% നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച് തുടർന്നു വന്ന UDF സർക്കാരാണ് പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുന്നത്. പാലത്തിനോടൊപ്പം തന്നെ തുടങ്ങിവെച്ചതാണ് ചമ്രവട്ടം പുഴയോരം സ്നേഹപാതയും. സ്നേഹപാത 2014 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 6.5 കോടിയോളം രൂപയാണ് ഇതിനായി ചിലവിട്ടത്. MLA KT ജലീലിൻ്റെ ആസ്തി വികസന ഫണ്ടാണ് ഏറെക്കുറെ ചിലവഴിച്ചത്. നിർമ്മാണം തുടങ്ങിയ സമയത്താണ് പ്രളയം വന്ന് പാർക്കിൻ്റെ പല ഭാഗങ്ങളും നശിച്ചത്. ഓപ്പൺ സ്റ്റേജും ചിൽഡ്രൻസ് പാർക്കും ഇരിപ്പിടങ്ങളടക്കം തകർന്നു. പിന്നീട് നിരവധി തവണ അറ്റകുറ്റപ്പണിയും നടന്നു. ഗേറ്റ് പൂട്ടിയിട്ടതാണെങ്കിലും പകൽ സമയങ്ങളിൽ പോലും മദ്യമയക്കുമരുന്ന് ലോബികളുടെ വിഹാര കേന്ദ്രമായി പാർക്ക് മാറുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞ് വർഷം 16 പിന്നിടുമ്പോഴും ഇതുവരെയായിട്ടും ഒരു ദിവസം പോലും പാർക്ക് തുറന്നു നൽകാൻ കഴിഞ്ഞില്ല. അതാണ് യാഥാർത്ഥ്യം. നിലവിലെ സാഹചര്യത്തിൽ ഇന്നും അറ്റകുറ്റപ്പണിയിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ശാശ്വത പരിഹാരം വേണം. ജനങ്ങൾക്ക് ഉപകാരമാവുന്ന രീതിയിൽ പാർക്ക് തുറന്നു കൊടുക്കണം. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.